വരാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നേരം വെളുത്ത് വരുന്തോറും ഭംഗി കൂടി കൂടി വരും ആ മേഘങ്ങളുടെയും. നമ്മുടെ നാട്ടിൽ കേരളത്തിലാണ് ഇങ്ങനെയൊന്നും പശുക്കൾ ഇങ്ങനെയൊന്നും തിന്നില്ല. അവർക്കൊക്കെ നമ്മുടെ നാട്ടിലെ പശുവൊക്കെ ലാവിഷാണ്. നമ്മുടെ നാട്ടിലെ പശുക്കളൊക്കെ 4x4 താറ കിടപ്പുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ നല്ല വണ്ടികളൊക്കെ വരുന്നുണ്ടല്ലോ. ഹായ് ഗൈസ്, അപ്പം ഇന്നലെ ചെന്നൈയിൽ നിന്ന് നാട്ടിലോട്ട് ഇനിയിപ്പോൾ ഓണമൊക്കെ വരില്ലേ, അപ്പം ഓണത്തിന് നാട്ടിലോട്ട് പോകാൻ വേണ്ടി എന്നാ ഓണം എന്നൊക്കെ നോക്കുന്ന സമയത്താണ് ഇന്ന് ചിങ്ങ 1 മനസ്സിലായത്. അപ്പം ഇന്നലെ രാത്രി നോക്കിയപ്പോൾ അപ്പം നേരത്തെ തന്നെ കിടന്നുറങ്ങി രാവിലെ എണീച്ച് അമ്പലത്തിൽ പോകുമെന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പോൾ രാവിലെ ഒരു 5 മണിയായിട്ടുണ്ട്. നമ്മൾ 5 മണിക്ക് എണീച്ച് നേരെ അടുത്തൊരു അമ്പലത്തിൽ പോവുകയാണ്. കുറേ നാളായി അമ്പലത്തിലൊക്കെ പോയിട്ട്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2.5-3 വർഷമായി. ഇതിന് ഇടയ്ക്ക് ഒരു 1-2 വട്ടം അമ്പലത്തിലും പള്ളിയിലൊക്കെ പോയിട്ടുള്ളൂ. അപ്പം ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോയി. കാരണം ഇപ്പം പുതിയതായിട്ട് ചിങ്ങ 1 വരുന്നതും അത് കണക്കിന് മലയാള മാസം വർഷം വരുന്നത് 2000 അപ്പം ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒന്ന് തൊഴുതിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങാൻ പോവാണ്. നേരെ നമുക്ക് അമ്പലത്തിലോട്ട് പോകാം. അങ്ങനെ നേരെ നമ്മൾ നമ്മുടെ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. നേരെ നമുക്ക് അമ്പലത്തിനകത്തോട്ട് പോവാം. രാവിലെ അമ്പലം തുറന്നോന്ന് അറിയത്തില്ല, നോക്കാം. സാധാരണ നമ്മുടെ നാട്ടിൽ 5 മണി കഴിയുമ്പോഴത്തേനൊക്കെ തുറക്കുന്നതാണ്. ഇവിടെ എപ്പോൾ തുറക്കുന്നൊന്നും അറിയില്ല. നമ്മൾ പടി കയറി മേലോട്ട് പോകണമെന്ന്. നമ്മളിപ്പോൾ നേരെ അമ്പലത്തിൻ്റെ മെയിൻ ഗേറ്റ് കഴിഞ്ഞിട്ട് അകത്ത് പിന്നെ വലിയൊരു ഗേറ്റുണ്ട്, അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിറയെ പട്ടിക്കുട്ടികളൊക്കെ ഉണ്ട്. ഇവിടെ അതിനൊക്കെ തന്നെ വലിയൊരു ആലുണ്ട്, പേരാല്. നമ്മുടെ നാട്ടിലുള്ളത് പോലെ തന്നെ 2 പ്രതിമകൾ ദൈവങ്ങളുടെ. പിന്നെ ഇവിടെ ചെറുതായിട്ടൊരു ചെറിയൊരു അമ്പലം, കാവൂല്. അപ്പോൾ നമ്മളിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ക്യാമറയൊക്കെ ഉണ്ട്, അതുകൊണ്ട് 5:30 കഴിയും, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ തുറക്കത്തുള്ളൂ. അവിടെ നവഗ്രഹങ്ങളുടെയാണ്. പിന്നെ ഇവിടെ ഉണ്ട് വലിയ പ്രതിമ. നമ്മളിവിടെ നിന്ന് നേരെ സ്റ്റെപ്പ് കയറിയാണ് അതുവഴി നേരെ പോകുന്നത്. പിന്നെ നമുക്ക് ഇതുവഴിയും പോവാം. ഇവിടെ ഒരു റോഡുണ്ട്, അതുവഴി നേരെ ആ മലയുടെ മുകളിലുള്ള അമ്പലത്തിലോട്ട് പോവാം. നമുക്ക് ഇതുവഴി പോയിട്ട് ഇതുവഴി പോയിട്ട് തൊഴുതിറങ്ങിയിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് അതുവഴി പോയി നോക്കാം. അങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് ഗൈസ് നമ്മൾ നേരെ ഉള്ളിലോട്ട് പോവാണ്. ഫ്ലാഷ് ഓണാക്കിയേക്കാം. രണ്ട് സൈഡും അവിടെ ഇതേ കറക്റ്റ് നമ്മൾ ശബരിമല പോകുമ്പോഴും കണക്കാം. ഈ 2 സൈഡും കാടും നടുക്കൂടെ ഇങ്ങനെ പോകുന്നു. എന്തുകൊണ്ട് ഒരു സൗണ്ട്? അത് ആദ്യം പോയിട്ട് ആ പാട്ട് കണ്ടിരിക്കണം. എന്താ ഫീലിംഗ് അറിയാമോ? രാവിലെ അന്നേരം കുറച്ചുകൂടെ വിഷ്വൽ ബ്യൂട്ടി ആയിട്ട് കാണാമായിരുന്നു. കുഴപ്പമില്ല. സത്യം പറഞ്ഞ അമ്പലത്തിലൊക്കെ വരുമ്പോഴാ ഒരു പ്രത്യേക ഫീൽ തന്നെ. ഒരു എന്ത് പറയുന്നേ, ഒരു പോസിറ്റീവ് എനർജി തന്നെ. അമ്പലം കണക്ക് തന്നെ ശാന്തമായ പള്ളികൾ. ക്രിസ്ത്യൻപള്ളിയിലൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയിരിക്കണം. ഏതാടാ ഇത് ശരിക്കും പറയാം.
അത് ഈ ശബരിമല പോകുമ്പോഴേ കണക്കാ. അങ്ങോട്ട് പോകുമ്പോൾ ഒരുമാതിരി നമ്മൾ എന്ത് പറയുന്നത് മനസ്സിൽ വരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് എന്തോ ഇത് ഇങ്ങനെയാന്നൊക്കെ ശബരിമല പോകുമ്പോൾ. പക്ഷെ കണ്ടിട്ട് തിരിച്ചിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്, അത് വേറെ ലെവലാണ് മോനെ. രണ്ട് സൈഡും ഫുള്ള് കാട് തന്നെ. കാടല്ല, മലയാളം ഉണ്ടല്ലാണല്ലോ. അത് തന്നെ. ഇവിടെ എല്ലാം ന്യൂ ഇയർ ആകുമ്പോഴേ, പുതിയ വർഷം ആകുമ്പോഴും എല്ലാ പുതിയ വർഷം ആകുമ്പോഴും നന്നാവണം. എന്നിട്ട് പക്ഷെ ഒന്നും നടക്കില്ല, അതാണ് ഏറ്റവും വലിയ സത്യം. പക്ഷെ ഈ വട്ടം അങ്ങനെയല്ലടാ. അമ്പലത്തി നിന്ന് അത് നമുക്ക് അങ്ങനെ അവിടെ നമുക്ക് സിറ്റിയൊക്കെ കാണാൻ പറ്റും. കറക്റ്റ് എവിടെയോടാ എനിക്ക് എന്തും മനസ്സിലെന്നറിയാമോ, ഏതോ ഒരു അമ്പലത്തിൽ പളനിയിലാണ്, എവിടെയാണെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ ശബരിമല പോയപ്പോഴാണോ എന്തൊക്കെയോ ആ ഒരു ഫീല് ശരിക്കും. ഇത് പുതിയ വർഷം, മലയാള മാസം പുതിയ വർഷം 2000, 1999 കഴിഞ്ഞടാ. ഇനിയിപ്പോൾ 2000. അപ്പം ഈ ഒരു പുതുവർഷമെങ്കിലും നന്നാവണം. അമ്പലം തുറന്നു ഗേസ്. നമ്മൾ വീട് അയ്യോ നോക്കി ഇറക്കടാ, ഇടിക്കല്ലേ. അപ്പോൾ ഓക്കെ, നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടുത്തെ ചുറ്റിനുള്ള സ്ഥലങ്ങളൊക്കെ കാണിക്കാം. ഓക്കെ ബൈ ഗൈസ്. ഈ സ്ഥലത്തൊക്കെ ഇവിടെ നമ്മുടെ ഇവിടെയുള്ള മരത്തിലൊക്കെ, ഈ വേപ്പ് മരത്തിലൊക്കെ എന്തോ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തേങ്ങയാടാ, ആര്യവേപ്പിൽ തേങ്ങ കിട്ടിയിട്ടുണ്ട്. ജയ് ശ്രീറാം. അവിടെ ഫുള്ള് ആ സൈഡ് ഫുള്ള് വേപ്പിലെല്ലാം ഫുള്ള് ഇത് കിട്ടിയിട്ടുണ്ട്. എന്തോ ഇവിടുത്തെ ആചാരമാണെന്ന് തോന്നുന്നു. പൈപ്പൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഫുള്ള് നമുക്ക് അവിടുത്തെ സിറ്റികളൊക്കെ ഫുള്ള് കാണാം കേട്ടോ. ഇത് വെളുപ്പിലായതുകൊണ്ട് കുറച്ച് ഇരുട്ടാണ്, അതുകൊണ്ടൊന്നും ക്ലിയർ ആവാത്തത്. അമ്പലം, അമ്പലത്തിൻ്റെ ഭിത്തികളിലൊക്കെ ഇവിടെയൊക്കെയാടാ മറ്റേ നെയ്യുടെ മണമില്ലേ, മറ്റേ ശബരിമല പോകുമ്പോൾ ഒരു നെയ്യുടെ മണമുണ്ട്, ആ മണമൊക്കെ ഇടിക്കുന്നു. നല്ല രസം, ഒരു പോസിറ്റീവ് എനർജി തന്നെ അത്. ഇതാണ് നമ്മുടെ അമ്പലം. ഇത് ഹനുമാൻ്റെ ക്ഷേത്രമാണ്. നേരം വെളുത്ത് വരുന്നു. അവിടെ ഫുള്ള് ഫ്ലാറ്റുകളും ഓരോരോ കമ്പനികളും. അപ്പോൾ എല്ലാവർക്കും പുതിയ ചിങ്ങമാസ ആശംസകളും പുതിയ പുതുവത്സരാശംസകളും എല്ലാം നേരുന്നു. എല്ലാവരും ഓരോരോ തീരുമാനമൊക്കെ എടുക്കട്ടെ, നന്നാവാനും അതിന്. സാധാരണ എല്ലാവരും ഇംഗ്ലീഷ് മാസമാണ് അങ്ങനെയുള്ള തീരുമാനമൊക്കെ എടുക്കാറ്. പക്ഷേ ഇപ്പം മലയാള മാസം ചിലരൊക്കെ തീരുമാനം എടുക്കും. നമുക്കെന്തായാലും 2027 കുറേ തീരുമാനം എടുത്തിട്ടൊന്നും നടന്നില്ല. അപ്പോൾ ഈ മലയാള മാസത്തിലെങ്കിലും ഇത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കിതിന് അടുത്ത് ഇവിടെ തിരുപ്പൂരിൽ ഒരു മുരുകൻ്റെ ക്ഷേത്രമുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ടും കൂടെ ഒന്ന് പോയിട്ട് വരാം. നമ്മളെന്തെങ്കിലും സ്റ്റെപ്പ് വഴി ഇറങ്ങി വന്നത്, അതുകൊണ്ട് നമ്മൾ തിരിച്ച് ഇതുവഴി പോവാം. വിഘ്നേശേ അയ്യോ, ഇവിടെയും പുതുതായിട്ട് ഇവിടെ സ്റ്റേജ് കല്യാണ മണ്ഡപം പോകുന്നു കണ്ടിട്ട്. നമുക്ക് നേരെ ഇതുവഴി നടന്നിറങ്ങാം. ഇത് രാത്രിയാണ് കേട്ടോ, ഒട്ടും ക്ലിയർ ഒന്നുമില്ല. അത് രാത്രിയല്ല പകലായുണ്ട്. ഇവിടുന്ന് ഇതേ സ്ഥലങ്ങളും സത്യം വല്ലാത്തൊരു പോസിറ്റീവ് എനർജി. ഇങ്ങനെ ഇതിപ്പോൾ മലയുടെ മണ്ടയിലും കൂടെ ആയതുകൊണ്ട് ഒരു നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഈ സ്ഥലത്തൊക്കെ. ഇനിയിപ്പോൾ ഈ പുതിയ വർഷം നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ചെയ്യണം. അതുപോലെ തന്നെ പുതിയ ഓരോ കാര്യങ്ങളൊക്കെ
എല്ലാത്തിനും വേണ്ടി നല്ല പ്രയത്നിക്കണം. കുറേ പ്ലാനൊക്കെ ഉണ്ട്. എല്ലാ വർഷവും ഓരോ പ്ലാൻ എടുക്കുന്നത്, പക്ഷേ ഈ വർഷമെങ്കിലും എല്ലാം നടത്തി തീർക്കണം. അപ്പോൾ ഇതുവഴിയാണ് അങ്ങോട്ട് ഇറങ്ങാൻ പോകുന്നത്. നമുക്കിതുവഴി നടന്ന് പയ്യെ താഴോട്ട് പോവാം. നല്ല ഏതോ പൂക്കൾ, ഈ സൈഡിൽ കുറേ നല്ല പൂക്കൾ, നല്ല വെള്ള പൂക്കൾ. ഗൈസ്, അവിടുന്ന് സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. എടാ അമ്മക്കേ ഈ സൂര്യൻ ഉദിച്ച് വന്നിട്ട് പോയാൽ പോലെ അല്ലേ? കാരണം അത് ഉദിച്ച് വരുമ്പോൾ എനിക്കൊന്ന് കാണാൻ നല്ല കിട്ടില്ല രസമായിരിക്കും തോന്നുന്നു. അവിടെ നിന്ന് അടുക്ക അപ്പാർട്ട്മെൻറ്റുകൾക്കപ്പുറം ആ ഉദിച്ചുയരുന്നു ഒരു സൂര്യൻ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെടാ തിരുപ്പൂർ അമ്പലത്തിലൂടെ പോയിട്ട് വരാം. ഇപ്പം ഉദിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. എന്താണ്, എന്ത് പറ്റിയടാ കുട്ടന്മാരെ? രണ്ടും കൂടെ കുറച്ചുകൊണ്ട് നടക്കുന്നു. കറക്റ്റ് ഓർഡറിന് അവിടെ കുറേ അപ്പാർട്ട്മെൻറ്റും വില്ലയും വീടുകളും എത്രയും ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ വില്ലയും അപ്പാർട്ട്മെൻറ്റും എല്ലാം കറക്റ്റ് ഒരു ഓർഡറിന് ഉണ്ടാക്കി വെച്ചിരുന്നില്ലടാ. അതാണ്. ഇതാണ് ഗായ്സ് നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴി. ഇതുവഴിയാണ് നമ്മൾ ഇറങ്ങിപ്പോകേണ്ടത്. ചുറ്റി അവിടുന്ന് അങ്ങനെ കറങ്ങി വന്ന് ഇതുവഴി വന്ന് നേരെ ഇതുവഴി വന്ന് നേരെ താഴോട്ട് പോവുക. എന്തായാലും കുറേ നാളായിട്ട് വരാതിരുന്ന് വന്നപ്പോൾ ഒരു പോസിറ്റീവ് എനർജിയും, കാരണം വന്നിട്ട് കുറേ നാളായി അമ്പലത്തിലൊക്കെ വന്നിട്ട്. ഇപ്പം നാട്ടിൽ പോലും അങ്ങനെ അമ്പലത്തിൽ പോകാറൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ എന്തോ മനസ്സിൽ തോന്നി അങ്ങനെ വന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ഇനിയിപ്പോൾ ഓരോന്നായിട്ട് ഓരോ കാര്യങ്ങളായിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യണം. ഇതാണ് നമ്മൾ ഇറങ്ങി വരുന്ന വഴി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ മലയുടെ മണ്ടകളിൽ പോകാനും അതുപോലെ തന്നെ ഇതുപോലുള്ള സ്പോട്ടുകളിൽ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ. ഇങ്ങനെയൊക്കെയുള്ള സ്പോട്ട് അതൊരു രസം, അതൊരു നാച്ചുറലായിട്ടുള്ള സാധനമില്ലേ അത്. അപ്പം അത് കാണാമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ഭംഗിയാണ്. ഇറങ്ങി വരുന്ന വഴിക്ക് ഒരു ചെറിയൊരു കോവിൽ പോലുണ്ട്. കത്തുന്നു. ഹലോ ഗൈസ്, ഇതാണ് ആ വളവ് കാണാൻ വേണ്ടി വെച്ചിരുന്ന കണ്ണാടി. പലർക്കും ഇത് വേറൊരു മിറർ സെൽഫിയൊക്കെ എടുക്കാനുള്ള സാധനമാണ്. അതാണ് നമ്മുടെ അമ്പലം. എന്നിട്ട് നേരെ നമ്മൾ അവിടുന്ന് തിരിഞ്ഞ് ഇതുവഴിയാണ് ഇറങ്ങി വന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ മെയിൻ, അതായത് മറ്റേ വഴിയിലോട്ട് പോകാൻ ഇതുവഴി നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വന്നിറങ്ങിയ സ്ഥലമാവും. ആ മെയിൻ ഗേറ്റ്, ആ സ്റ്റെപ്പൊക്കെ കയറിപ്പോയ സ്ഥലമാവും. ഇന്ന് ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരാശംസകൾ നേരുന്നു. അതായത് കാരണം പുതിയ ചിങ്ങമൊക്കെ വരുമല്ലേ. കാരണം 2024 പോലല്ല ഇത്. പലരും അങ്ങനെ ആഘോഷിക്കാത്തൊരു സംഭവം തന്നെയാണ്. പക്ഷേ പലരും ചിങ്ങമൊന്നും നോക്കുന്നവരുണ്ട്, നോക്കാത്തവരുണ്ട്. കാരണം ഞാൻ ആലോചിച്ചെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ന്യൂ ഇയറിന് കുറേ തീരുമാനങ്ങൾ എടുത്തായിരുന്നു. ഇനി തൊട്ട് ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പം ഇനി എന്തായാലും ഈ ഒരു വർഷം കൂടെ, ഇങ്ങനെയുള്ളൊരു വർഷം കൂടെ വരുമല്ലേ. അപ്പം ഇതിനെന്തെങ്കിലുമൊക്കെ എടുത്ത് നോക്കാം, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടന്നാലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഓരോന്നും പ്ലാൻ ചെയ്ത് നമ്മൾ കിട്ടില്ല കണ്ടൻറ്റുമായിട്ട് വരുന്നതാണ്. എൻ്റെ കൂടെ വന്ന് ഇപ്പോഴും അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും. ഓരോ ചെറിയ ചെറിയ സ്ഥലം കാണുമ്പോൾ എൻ്റെ വടവേ കൂടെ ആകാശവും അവിടുത്തെ അപ്പാർട്ട്മെൻറ്റും എല്ലാം ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമോ. അപ്പോൾ ഇതുവരായിട്ട് തിരിച്ചിറങ്ങി വന്നില്ല. എൻ്റെ ഞാനിപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് നടക്കും. ഇനി അവൻ എന്നെ നോക്കി അങ്ങോട്ട് നടക്കേണ്ട അവസ്ഥയായി സത്യം പറഞ്ഞാൽ. ആഹാ ഡാ മതിയടാ, വാടാ. ശരി ഗൈസ്,
നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പറ്റുമെങ്കിൽ പോകണം. കാർ വരുന്നു, മാറി നിൽക്കുക. ഡസ്റ്റർ മൈ ഫേവറേറ്റ് ഗാഡി. ഡസ്റ്ററിൻ്റെ ഒരു വണ്ടി എടുക്കണം. എന്താ വെക്കിയേ എല്ലാ വണ്ടിയാണ്. അടുത്ത വണ്ടി ടാറ്റ വരുന്നു. ടാറ്റയുടെ നെക്സോൺ പോകുന്നു ഗൈസ്. ഇലക്ട്രിക് വാഹനം, ഇലക്ട്രിക്കാ പോകുന്ന പോക്ക് കത്തിച്ച് മിന്നി പോവുക. എനിക്ക് ആ ഡസ്റ്റർ കാണുമ്പോൾ എന്ത് ഓർമ്മ വരുന്ന അറിയാമോ? മറ്റേ 96 പാട്ടും സോങ്ങൊക്കെ ഇല്ല. അതാടാ എപ്പം ആ വണ്ടി കണ്ടാലും എപ്പോൾ ഓർമ്മ വരുന്നത് ആ ഒരു പാട്ടും ആ ഒരു കുറച്ച് സീനൊക്കെയാണ്. അതുകൊണ്ട് ഡസ്റ്റർ കാണുമ്പോൾ ഒരു വല്ലാത്ത ഫീൽ തന്നെ. വാടാ പോവാം. ഇവിടുന്ന് വന്നപ്പോൾ തൊട്ട് ഫ്രെയിംസ്, നല്ല ഫ്രെയിംസ്, അത് ഇതെന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് നടക്കുവാൻ. ആരുമില്ല, തോനെ ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സമാധാനമുണ്ട് ഇവിടെ സത്യം പറഞ്ഞാൽ. കാരണം ചെന്നൈ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു സിറ്റിയിൽ ഇത്രയും സമാധാനവും ഒരു എന്തുകൊണ്ടാണ് പറയുന്നത്, ആ പീസ്ഫുള്ള്, ആ ഒരു പോസിറ്റീവ് എനർജിയെ കിട്ടുന്നൊരു സ്ഥലം. നൈസ് സ്ഥലമാണ്, വേറെ ലെവല് പൊളി. വരാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ലൊക്കേഷൻ കേട്ടോ. അപ്പം ചെന്നൈയിലുള്ളവരൊക്കെ വല്ലപ്പോഴും വരണമെങ്കിലോ കൂട്ടുകാരത്തിൽ ഫോട്ടോ എടുക്കാനോ വരാൻ താല്പര്യമുള്ളവർ നേരെ വന്നോ. നല്ല നല്ല പിക്കൊക്കെ എടുക്കാനുള്ള പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എന്നെത്തിട്ട് വെക്കും. ഒരു ഹോണ്ട സിറ്റിയിൽ ഒരു പോലീസ് അറിഞ്ഞ് മുന്നിൽ പോകുന്നുണ്ട്. അമ്പലം നമ്മൾ രാവിലെ വന്ന സ്ഥലമായിട്ടുണ്ട്. ഇപ്പം നേരമൊക്കെ വെളുത്ത് നമ്മുടെ ചെരുപ്പ് അവിടെ സൈഡിൽ കിടക്കുക, അത് പോയി എടുക്കണം. ചെരുപ്പിടുക, ഇനി പോവുക. ഗുൽമോഹറൊക്കെ പൂത്തിപ്പോണ്ട്. ഈ പൂവിനെ പറ്റി ആർക്കെങ്കിലും അറിയാമോ? ഈ പൂവിൻ്റെ പേരറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേ. ഇവിടെ അമ്പലത്തിൽ വന്നപ്പോൾ കണ്ടതാണ്. ഇത് ദൈവത്തിൻ്റെ ഇഷ്ട പുഷ്പമാണ്. ഇതിൻ്റെ പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യും. ഓക്കെ. 4x4 താറ കിടപ്പുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ നല്ല വണ്ടികളൊക്കെ വരുന്നുണ്ടല്ലോ. ഇവിടുത്തെ ആലിലും ആ തേങ്ങ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതുവഴിയാണ് നമ്മൾ രാവിലെ കയറിപ്പോയത്. നേരെ കയറി പോവുക, അങ്ങ് അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് ഇറങ്ങി വരുന്നു. നമ്മൾ വന്നത് അതുവഴി, ഈ റോഡ് വഴിയാണ് നമ്മൾ ഇറങ്ങി വന്നതും. ഇതാ വഴിയാണ് നമ്മളത് കയറിപ്പോയത്. നല്ലൊരു കിടിലം സ്ഥലമാണ്, കിടിലം സ്ഥലം. ദവ അവിടെ പോയിട്ട് സ്വാമിയുടെ ഫോട്ടോ എടുക്കുക. അപ്പം ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ്, ഒരു ദയനീയമായ കാഴ്ച. സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ നല്ല വിഷമമുണ്ട്. നിങ്ങൾ നോക്കിക്കേ, സൈഡിൽ കുറേ വേസ്റ്റ്, ആ വേസ്റ്റ് തിന്നുന്ന പശുക്കൾ. എല്ലാവരും വേസ്റ്റാട്ടോ തിന്നുന്നത്. ഈ പ്ലാസ്റ്റിക്കും അതും ഇതും, ഈ മാലിന്യം തിന്നുന്നത്, ഇതൊക്കെ സത്യം ഒരു ദയനീയ അവസ്ഥ തന്നെ. നമ്മുടെ നാട്ടിൽ കേരളത്തിലാണ് ഇങ്ങനെയൊന്നും പശുക്കൾ ഇങ്ങനെയൊന്നും തിന്നു ചെയ്യില്ല. അവർക്കൊക്കെ നമ്മുടെ നാട്ടിലെ പശുവൊക്കെ ലാവിഷാണ്, നമ്മുടെ നാട്ടിലെ പശുക്കളൊക്കെ. ഇത് നോക്കിയേ, അതേപോലെ മീൻ പിടിക്കുന്നു. ആഹാ, എടാ കുറേ മീനെ കിട്ടിയെന്ന് അവർക്ക്. അങ്ങോട്ട് ഒന്ന് വീഡിയോ എടുത്താലോ? സമ്മതിക്കാമോ? ഞാൻ ഒരു ദിവസം ചോദിച്ചു നോക്കാം. അണ്ണാ ഒരു വീഡിയോ എടുക്കലാമോ അണ്ണാ? ഓക്കെണ്ണാ. പശുക്കുട്ടി മാറി നിൽക്കൂ. ആഹാ, ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ. വേസ്റ്റുള്ളൂ ആണെങ്കിൽ. അയ്യോ, ഇതെന്നാ മീനാ? ജിലേബിയാ? ഓ, സിലേബി ആയിരിക്കും. ഇംഗ്ലീഷിൽ வந்து ജിലേബിയാ. இதுல நிறைய மீன் இருக்கா? ஒரு நாளைக்கு இருக்காது. ஓ, மீன் மேயத்துல ஓடுது இல்ல. നല്ലൊരു റോഡ്. ഇത്രയും നല്ലൊരു റോഡിൻ്റെ സൈഡിൽ കാണിച്ചു വെച്ചിരിക്കുന്ന പരിപാടി നോക്കി. കുറേ വേസ്റ്റ്, ആ വേസ്റ്റിൽ നിന്ന് കുറേ പാവപ്പെട്ട പശുക്കൾ. ഇതിനൊന്നും ചോദിക്കാനും പറയാനും ആരും ഇല്ല. നമ്മുടെ നാട്ടിലാണ് ഇത് നടക്കുന്ന കാര്യം പോലും സത്യം പറഞ്ഞാൽ. റോഡ് നോക്കി, എന്ത് നല്ല റോഡ്. അത് നശിക്കാൻ വേണ്ടി കൊണ്ട് കളഞ്ഞ് പറഞ്ഞിട്ടില്ല. ഇവിടെ ഉള്ളവരുടെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ട്.
ഇവിടെ തിരുപ്പൂരുള്ളൊരു മുരുകൻ്റെ കോവിലാണിത്. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മൊബൈൽ ഫോണും ഒന്നും അലോഡല്ല. മൊബൈൽ ഫോൺ ക്യാമറ വീഡിയോ എടുത്തുകൂടാ. നമുക്കിവിടം വരെ ഇങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇരിക്കാൻ വേണ്ടിയുള്ള സ്ഥലത്തുനിന്ന് ഇരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയോ തമിഴ് കുറേ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ അതിൻ്റെ ഉള്ളിൽ ക്യാമറ അലോഡല്ല. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇതേപോലുള്ള പാറകൾ കൊണ്ടുള്ള ഫുള്ള് ആ ഒരു ചുറ്റും, അത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു അകമാണ് അതിൻ്റെ അകത്ത്. നമുക്ക് അതിനകത്ത് ക്യാമറ ഒന്നും അലോഡല്ല. ഇത് കണക്കിന് ഇത് വഴിയാണ്, ഇതുവഴിയാണ് വെളിയിറങ്ങുന്നതും അതേപോലെ തന്നെ ഉള്ളിലോട്ട് പോകുന്നതും എല്ലാം ഇതുവഴിയാണ്. ഭയങ്കര ക്യൂ നിൽക്കും. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എങ്ങനെ ക്യൂ നിൽക്കുന്നു അതുപോലെയാണ് ഇവിടെ. ഞാൻ വിചാരിച്ചില്ല, ഞാൻ ഇതിൻ്റെ വെളിയിൽ നിന്ന് എപ്പോഴും കാണുന്നേ അല്ല, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത്. സത്യം പറഞ്ഞാൽ കണ്ണുകളിപ്പോയി. നല്ല കിടിലം അമ്പലമാണ്, നല്ല പീസ്ഫുള്ള്. പാട്ടൊക്കെ റെക്കോർഡൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്നെ നാളെ തൂക്കുന്നതെന്ന് അറിയാൻ വയ്യ. നമ്മളെന്തായാലും കുറച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഓപ്പോസിറ്റുള്ള ആ ആർച്ച് കഴിഞ്ഞിട്ടുള്ള അവിടുത്തെ അമ്പലം കണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴാണ് അടുത്തൊരു അമ്പലം കണ്ടത്. അമ്പലം കണ്ടില്ല, ശരിക്കും കണ്ടത് ഈ സ്റ്റെപ്പാണ്. കുറച്ചങ്ങ് ഉള്ളിലോട്ടായതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നേരെ നമുക്ക് ഈ അമ്പലം കൂടെ കണ്ട് ഇവിടെയും കൂടെ തൊഴുതിട്ട് പോവാം. എന്തായാലും ഇങ്ങോട്ടൊക്കെ വന്നേ ഇല്ല. സ്റ്റെപ്പാണ് സാറേ ഇവിടുത്തെ മെയിൻ. എല്ലാം പാറ കൊണ്ടാണ് കേട്ടോ. രണ്ട് സൈഡ് നോക്കിയാണ്. രണ്ട് സൈഡ് നോക്കടാ, കാട്. ഇത് തിരുപ്പൂര്. തിരുപ്പൂര് ഇങ്ങനെ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നേ. കുറേ നടക്കണ്ടല്ലോടാ. എന്ത് പറ്റിയ നടന്ന് ഉപ്പടി ഒന്ന് ഇനിയുണ്ടല്ലോടാ സ്റ്റെപ്പ്. കഴിഞ്ഞെന്നാ എടാ എനിക്കൊന്നും അവിടെ അമ്പലം പണി നടക്കുന്നേ ഉള്ളെന്ന് തോന്നുന്നു കണ്ടിട്ട്. അല്ല ഇത് പഴയതാ കാര്യം. ഇത് കണ്ടോ എടാ, ഇവിടെ ഓരോ കല്ലിനകത്ത് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. എന്തെന്ന് അറിയാൻ വയ്യ കറക്റ്റ്. പഴയ തിരുക്കുറൽ അങ്ങനെയുള്ള ഓരോരോ സാഹിത്യങ്ങളുണ്ടല്ലോ, അതെങ്ങനെയുള്ള എന്തോ ആണ്. ഇവിടെ ചെറിയൊരു ഇതുപോലെ. അത് കഴിഞ്ഞ് മേലോട്ടാണ്. ആ അതാ, ഇതെന്തോ പഴം എന്നറിയാമോ, എന്തോ ഒരു പഴം. ഇവിടെ ഫുള്ള് അതാടാ ഈ അല്ലടാ, ഇത് ഈ ആലിയാണ്. ഇത് പേരാലിന്നാണ് തോന്നുന്നു ഇതിൻ്റെ പേര്. കറക്റ്റ് പേരാലിൻ്റെയാണ്. ഇത് പണി കഴിഞ്ഞ അമ്പലം. ഞാൻ അവിടെ താഴ്ന്നു കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച്, ആ തൂണുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചേ പണി കഴിയുന്നില്ലെന്ന്. വാവ്, അമ്പലം തുറന്നിട്ടില്ല.
എനിക്കൊന്ന് തൊട്ടിലെ കെട്ടുന്ന മറ്റുള്ള കൊച്ചുങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. അവിടെ നിൽക്കേ, ആ സൈഡ് നോക്ക്. ഇവിടെ എല്ലാം ഇതുപോലുള്ള സ്പോട്ടുകളാണ് സത്യം പറഞ്ഞാൽ. വല്ലപ്പോഴും റിലാക്സേഷൻ എന്തുകൊണ്ടാണ് പറയുന്നത്? റിലാക്സേഷനോ? റിലാക്സേഷന് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. സമാധാനപരമായിട്ടിരിക്കുക ഇടയ്ക്ക് മനഃശാന്തിക്കൊക്കെ വേണമെങ്കിൽ. കാരണം ഇഷ്ടംപോലെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അമ്പലം നോക്കിയത്, പക്ഷേ ആൾക്കാരൊക്കെ ചുറ്റും നടന്ന് തൊഴുന്നൊക്കെ ഉണ്ട്. ഏതാ സ്ഥലം? ഇതുപോലുള്ള കുറേ സ്ഥലങ്ങളാണ് ഇവിടെ ചുറ്റും. ഇവിടെ ഈ മരം കണ്ട് താഴത്തെ വ്യൂ ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ കാണിക്കായിരുന്നു. ഇതൊക്കെ പഴയ പാറക്കല്ലും വെട്ടുകല്ലും ഒക്കെ കൊണ്ടുണ്ടാക്കിയതാണ് ഈ അമ്പലമൊക്കെ. ഇത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ഈ സാധനം. ഇതെന്തുവാണെന്ന് അറിയാം, ഇതെന്തിനാ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയാൻ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ പല സ്ഥലത്ത്, ഞാൻ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് ഇതിനുള്ള ഇങ്ങനെ വഴിയരികിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ ആരോടും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ വേണ്ടിയില്ല. പക്ഷേ അറിയാവുന്നവരാതൊന്ന് പറഞ്ഞത് എന്തിനു വേണ്ടി ഇതിങ്ങനെ മണ്ട ഇങ്ങനെ കല്ല് വെക്കുന്നതെന്ന്. കൊള്ളാം. ഇവിടെ മൊത്തം അതാണല്ലേ. വാവ്, ചെരുപ്പിട്ടുണ്ടോന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്തോട്ടൊക്കെ ഒന്ന് പോയി നോക്കാമായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ഫുള്ള് പോച്ചയാണ്. അതിന് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിട്ട് നിർത്താൻ ഈ ഒരു അമ്പലം മാത്രം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആ സ്റ്റെപ്പ് ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല. ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. മറ്റേ പൂ, ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അരളിയോ അങ്ങനെ എന്തുമായിരുന്നു ഇതിൻ്റെ പൂവിൻ്റെ പേര്? നമ്മളവിടെയൊക്കെ മറ്റുള്ള പൈസ കൊടുത്ത് നമ്മൾ വലിയ പാക്കറ്റായിട്ട് മേടിക്കത്തില്ല ആ പൂ. ഇതിനൊരു പ്രത്യേക മണം. ഇതിന് നൈസ് പൂവാണിത്. നമ്മളിനി വീഡിയോയിൽ തോനെയൊന്നും പറഞ്ഞ് കൂട്ടുന്നില്ല, മതി. കാരണം ഇപ്പോൾ തന്നെ കുറേ ആയി, ഇപ്പം 3 അമ്പലത്തിൻ്റെ കാര്യമായി. പക്ഷേ നമ്മൾ 2ാമത് അമ്പലം വരുന്നത് കേട്ടോ ശരിക്കും അത്ഭുതപ്പെടുത്തി കഴിഞ്ഞത്. കാരണം അതിൻ്റെ ഉള്ളിൽ അത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അതിശയം തന്നെ, വേറെ ലെവൽ തന്നെ. അപ്പം കുറച്ച് ഒറ്റയ്ക്കായിട്ട് വന്നിരിക്കണമെങ്കിലോ അതേപോലെ തന്നെ ഒരു സന്തോഷത്തിന് വേണ്ടി വന്നിരിക്കണമെങ്കിലോ നേരെ ഇങ്ങോട്ടൊക്കെ വന്നാൽ മതി. ഒരു പോസിറ്റീവ് എനർജി, ഒരു സമാധാന സന്തോഷമൊക്കെയാണ് ഇങ്ങനെയുള്ള അമ്പലങ്ങളിൽ അവിടെയൊക്കെ വരുന്നത്. ഒരുത്തൻ അവിടെ വന്ന അപ്പം തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. അവൻ സ്പോട്ടുകളെല്ലാം എടുത്ത് ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഇട്ടേക്കും. അപ്പം അവൻ എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ ഇടയിൽ കുത്തിക്കയറ്റി ഇട്ടേക്കാം കേട്ടോ, കോപ്പി ചെയ്തിട്ടേക്കാം ഞാൻ. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് വേറൊരു വീഡിയോയിൽ വേറൊരു കണ്ടൻറ്റും വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ ഒക്കെ നമുക്ക് പതിയെ ഇടാം. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ എന്ന് ക്ഷീണിച്ചു. ടാറ്റാ ബൈ ബൈ.